വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. നമ്മളെപ്പോഴും പോകാറുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇവർക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി DIPയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴും മന്ത്ലി ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ നടത്താറ്. അപ്പോൾ ഹസ്ബൻഡിന് ലീവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ച് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. വേറെ ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തിട്ടോ. മാംഗോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് നമ്മൾ വരാറ്. അങ്ങനെ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു ഫേസ് വാഷ് നോക്കണമായിരുന്നു. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോസ്മോൻ്റെ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ എടുത്തത്. അങ്ങനെ പിന്നെ ഫിഷ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഫിഷൊക്കെ അവർ ക്ലീൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഈ ഒരു അപ്പം ബാറ്റർ നിങ്ങൾ ആർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതവിടെ ഒരു ജ്യൂസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അത് കണ്ട് പോയതാണ് അങ്ങോട്ട്. അപ്പം അതേപോലൊരു ബോട്ടിൽ തന്നെ നെല്ലിക്ക, ക്യാരറ്റ് ഇതൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതിൽ നിന്ന് ഒന്നെടുത്തു. നമ്മൾ ആവശ്യമുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കന് നമ്മൾ 2 ഫുൾ ചിക്കൻ എടുത്തിട്ട് 4 ബോക്സിലാക്കിയിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ യോഗട്ട് നമ്മൾ വലുത് തന്നെ എടുക്കുന്നുണ്ട്, കാരണം നമ്മൾ 2 പേരും അത് നന്നായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ജ്യൂസ് എടുത്തിട്ടോ, മാംഗോൻ്റെ ഒരു ഫ്ലേവർ വരുന്ന. പിന്നെ നമുക്ക് സാധാ റൈസും അതേപോലെ തന്നെ ബിരിയാണി റൈസ്, ബസ്മതി റൈസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയെടുത്തു. നല്ല തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സമയത്ത് വന്നത്. പക്ഷെ നല്ല തിരക്കായിരുന്നു. ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഏരിയയിലൊക്കെ നല്ല തിരക്ക് തന്നെയായിരുന്നു. പിന്നെ അതാ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല, ജസ്റ്റ് വീഡിയോ എടുത്തു എന്നുള്ളൂ. ഇവിടെ എന്തായാലും നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു നീണ്ട ഗ്രോസറി ഷോപ്പിങ്ങിന് ശേഷം നമ്മളിതാ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച് ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത സമയത്ത് ജസ്റ്റ് അവിടെയുള്ള വാച്ച് ഒന്ന് ഇട്ട് നോക്കിയതാണ്. അങ്ങനെ നമ്മൾ 2 പേരും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ബില്ലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ മന്ത്ലി ഷോപ്പിംഗ് ആയതുകൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തൊരു ബില്ല് കിട്ടിയാലും നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്ന ഒരു ഇതെല്ലാവർക്കും ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും പറയും. എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ എന്തായാലും നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് നാട്ടിലത്തെ ഇവിടുത്തെ വലിയ വ്യത്യാസമൊന്നുമായിട്ട് തോന്നിയിട്ടില്ല.
കാരണം നാട്ടിലാണെന്നുണ്ടെങ്കിലും സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റ് തന്നെയാണ്. തിരിച്ച് അവരുടെ വാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വരുന്നുണ്ട്. ഉച്ച സമയമാണ്. വലിയൊരു പണിയാണ് ഈ മേടിച്ച സാധനങ്ങളൊക്കെ ഇനി റൂമിൽ പോയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ റൂമിലെത്താനായി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.